കഥ ഒരു മെസ്സേജിന്റെ പ്രണയം. കൊച്ചി നഗരത്തിലെ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്തിരുന്നത് റിഹാനായിരുന്നു. അവന്റെ ജീവിതം മുഴുവൻ സ്ക്രീനുകൾക്കിടയിലായിരുന്നു. ലാപ്ടോപ്പ്, ഫോൺ, മീറ്റിംഗുകൾ, മെസ്സേജുകൾ. പക്ഷെ ഒരു ദിവസം ഒരു തെറ്റായ മെസ്സേജ് അവന്റെ ജീവിതം മുഴുവൻ മാറ്റി. ഒരു രാത്രി റിഹാന്റെ ഫോണിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നു. ഹായ്, നീ ഇന്നും കോപത്തിലാണോ? അവൻ അത്ഭുതപ്പെട്ടു. റോങ് നമ്പർ, അവൻ മറുപടി നൽകി. അവിടെ നിന്ന് വീണ്ടും മെസ്സേജ്. ഓ സോറി, പക്ഷെ ഇപ്പോൾ സംസാരിക്കാമോ? എനിക്കൊന്ന് സംസാരിക്കണം. റിഹാൻ കുറച്ചു നിമിഷം ചിന്തിച്ചു. ശരി, അവൻ എഴുതി. അവളുടെ പേര് നിഹാരിക. ആ രാത്രി അവരേറെ നേരം സംസാരിച്ചു. ആദ്യത്തിൽ അതൊരു തെറ്റായ മെസ്സേജ് മാത്രമായിരുന്നു. പക്ഷെ പിന്നീട് അതൊരു പതിവായി മാറി. ഓരോ ദിവസവും അവർ സംസാരിക്കും. ജീവിതം, സ്വപ്നങ്ങൾ, വിഷമങ്ങൾ, സന്തോഷങ്ങൾ. അവർ ഒരിക്കലും നേരിൽ കണ്ടിട്ടില്ല, പക്ഷെ ഒരുപാട് അടുത്തവരായി. ഒരു ദിവസം റിഹാൻ ചോദിച്ചു, നമ്മൾ ഒരിക്കലും കാണുമോ? നിഹാരിക കുറച്ചു നിമിഷം മിണ്ടാതിരുന്നു. ഒരിക്കൽ, അവൾ പറഞ്ഞു. കാലം കടന്നുപോയി. അവരുടെ ബന്ധം കൂടുതൽ ശക്തമായി. പക്ഷെ ഒരു ദിവസം നിഹാരികയുടെ മെസ്സേജുകൾ കുറയാൻ തുടങ്ങി. ബിസിയാണോ? റിഹാൻ ചോദിച്ചു. അതെ, കുറച്ചു കാര്യങ്ങൾ, അവൾ മറുപടി നൽകി. പിന്നീട് ഒരു ദിവസം പൂർണ്ണമായും നിശബ്ദത. മെസ്സേജില്ല, കോളുകളില്ല. റിഹാൻ പലവട്ടം മെസ്സേജ് അയച്ചു, പക്ഷെ മറുപടിയില്ല. ദിവസങ്ങൾ മാസങ്ങളായി മാറി. റിഹാൻ മനസ്സിലാക്കി, ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് മറഞ്ഞുപോകും, പക്ഷെ അവൻ അവളെ മറന്നില്ല. ഒരു ദിവസം ഒരു പുതിയ നമ്പറിൽ നിന്ന് മെസ്സേജ്. ഹായ്, നീ ഇന്നും മെസ്സേജുകൾ വായിക്കാറുണ്ടോ? റിഹാന്റെ ഹൃദയം വേഗത്തിലിടിച്ചു. നിഹാരികയോ? അവൻ ചോദിച്ചു. അതെ, മറുപടി. എന്തുകൊണ്ട് അപ്രത്യക്ഷമായി? റിഹാൻ ചോദിച്ചു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം മറുപടി. ജീവിതം എന്നെയൊന്ന് പരീക്ഷിച്ചു, പക്ഷെ ഞാൻ തിരികെ വന്നു. റിഹാൻ മിണ്ടാതായി. നമ്മൾ ഇനി കാണുമോ? അവൻ ചോദിച്ചു. ഇത്തവണ നിഹാരിക പറഞ്ഞു. അതെ, ഇനി മറക്കാതെ. അടുത്ത ദിവസം ഒരു കഫേയിൽ റിഹാൻ കാത്തിരുന്നു. വാതിൽ തുറന്നു. ഒരു പെൺകുട്ടി അകത്തുവന്നു. അവൾ ചിരിച്ചു. ഹായ്. റിഹാൻ അവളെ നോക്കി. നിഹാരിക. ആ നിമിഷത്തിൽ അവൻ മനസ്സിലാക്കി, ചില മെസ്സേജുകൾ വെറും വാക്കുകളല്ല, അവ ജീവിതം തന്നെ മാറ്റുന്ന തുടക്കങ്ങളാണ്.